അച്ചൻകുഞ്ഞു ബ്രദറെ, അച്ചൻകുഞ്ഞു ബ്രദറെ, എനിക്ക് ഒരു ചെറിയൊരു അപേക്ഷയുണ്ട്. താങ്കള് ഒരു മതത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് എത്രയൊക്കെ അന്യമതസ്ഥരെ കേൾക്കാൻ നോക്കിയാലും താങ്കൾക്ക് അത് മനസ്സിലാകില്ല. ഈ റൂം ഇട്ടപ്പോഴൊക്കെ ഞാൻ വന്നിട്ട് ഒരു ഇസ്ലാം ഇസ്ലാം മതവിശ്വാസി എന്ന രീതിയിൽ എന്റെ വിശ്വാസത്തെ ഞാൻ അവതരിപ്പിച്ചിരുന്നു. എനിക്ക് ആ എനിക്ക് എന്താണ് ഞാൻ ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ ബ്രദറെ. ഞാൻ ബൈബിള് വായിച്ചിട്ട് ആരെയാണ് ദൈവമായിട്ട് കാണേണ്ടത്? അത് ഞാൻ നിങ്ങളുടെ ഓരോ റൂമുകളിലും വന്നിട്ട് ചോദിക്കുന്നതാണ്. ഒന്നത്. രണ്ട്, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയത് സത്യ ഏകദൈവം. ഇപ്പോ ഒരു ദൈവവിശ്വാസിക്ക് എന്താണ് ഒരിക്കലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു കാരണവശാലും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ആശയമാണ് മുഹമ്മദ് നബി കൊണ്ടുവന്നത്. നമുക്കെല്ലാവർക്കും ഒരൊറ്റ ദൈവമേ ഉള്ളൂ എന്നും ആ ദൈവത്തിന് രൂപമില്ലെന്നും അതൊക്കെ എക്സാക്ട്ലി യേശുക്രിസ്തുവിന്റെ വചനങ്ങളുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒരു ഒരു ശത്രുവിനെ പോലെയോ പിശാചിനെ പോലെയോ കാണേണ്ട ആൾക്കാരൊന്നുമല്ല മുസ്ലിമീങ്ങൾ. എന്താണ് യേശുക്രിസ്തുവും മുഹമ്മദ് നബിയും പഠിപ്പിച്ചത് എന്ന് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ മാത്രം മതി. അതിന് പകരമായിട്ട് ഇല്ലാത്ത ചരിത്രങ്ങൾ മുഹമ്മദ് നബിയുടെ മേൽ കെട്ടിച്ചമച്ചിട്ട് നിങ്ങൾ വെറും എന്താ പറയാ, ഒരു തറ എന്താ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ രീതിയിലാണ് നിങ്ങൾ വിമർശിക്കുന്നത്. അതിന് വിമർശനമൊന്നും പറയാൻ പറ്റില്ല. വിമർശനമൊന്നും പറയാൻ പറ്റില്ല. പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മുഹമ്മദിന്റെ കാര്യത്തിൽ തത്തറ വർത്തമാനമേ പറയാനുള്ളൂ. അത് മനസ്സിലാക്കുക. ദൈവികവുമായി എന്തെങ്കിലും ഒരു സംസാരിച്ച വ്യക്തിയാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? മുഹമ്മദ് നബിയെ വിമർശിക്കുന്ന വിമർശിക്കുന്ന ഒരു വിധമാണ് ഞാൻ പറഞ്ഞത്. താങ്കള് യേശുവിനെ വിമർശിക്കുന്നതായിട്ടല്ലോ, നിങ്ങളെ ദൈവത്തെ നിങ്ങൾ വിമർശിക്കില്ലല്ലോ. ഞങ്ങൾ മുഹമ്മദ് നബിയെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ബ്രദർ? നിങ്ങൾ പറഞ്ഞതാണ് പഠിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞതുകൊണ്ട് എപ്പോഴും ചോദിക്കുന്നത് ബ്രദറെ, പഠിക്കാത്തത് എന്തേ എന്ന് തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ട് വരൂ എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. നിങ്ങൾ ഉപദേശിക്കാനുള്ളത് അത്ര പഠിച്ചതൊന്നും പോരാല്ലേ? മുഹമ്മദ് നബി വ്യഭിചാരകനാണെന്നും അള്ളാഹു റബ്ബർസീലാണ് മുഹമ്മദിന്റെ എന്നും ഞങ്ങൾ പഠിച്ചു ഉയർന്നു സ്നേഹിത. അതിനെതിരായിട്ട് നിങ്ങൾക്കൊന്നും പറയാൻ സാധ്യമല്ല. 33-ാം സൂറത്തൊന്ന് വായിക്കൂ. 33-ാം സൂറത്ത് മാത്രം വായിക്കൂ. എന്നിട്ട് 1-ാം സൂറത്തും വായിക്കൂ. അലിഫ് ലാം മീം മുതൽ 2-ാം സൂറത്ത് വായിച്ചിട്ടല്ല, വലല്ലാലീൻ ആമീൻ അവസാനിക്കുന്ന ഫാത്തിഹ സൂറത്തൊന്ന് വായിക്കൂ. ഇസ്ലാം ഒഴികെ മറ്റുള്ളവരെല്ലാം നാശയോഗ്യരാണെന്നും അവർ നശിക്കണമെന്നും പിന്നെ തബ്ബത്തിയത അബൂലഹബിന്റെ കസബ് എന്ന് പറഞ്ഞതും ഇതിനെ കുറിച്ച് പറഞ്ഞതും അങ്ങനെ നാശയോഗ്യമാക്കി മുടിച്ചു കളയാൻ വേണ്ടി കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ വേണ്ടി പറയുന്ന ഖുർആനും മഹോന്നതനെന്ന് പറയുന്ന മുഹമ്മദും തമ്മിൽ ഒരു കമ്പാരിസൺ നിങ്ങൾ നടത്തി നോക്കൂ സ്നേഹിത. യേശു ക്രിസ്തുവുമായിട്ടൊരു കമ്പാരിസൺ നോക്കി നടക്കൂ നഹാസെ. അപ്പൊ അറിയാം മുഹമ്മദ് എവിടെ കിടക്കുന്നു, അള്ളാഹു എവിടെ കിടക്കുന്നു എന്ന്, ബൈബിൾ എവിടെ കിടക്കുന്നു, യേശു ക്രിസ്തു എവിടെ കിടക്കുന്നു എന്ന് ഒന്ന് ചിന്തിക്ക് സഹോദര. ഒന്ന് പഠിച്ചിട്ട് വരൂ. ഞാനൊന്ന് പറഞ്ഞു. അതായത് നഗാസ് ഇപ്പൊ പറഞ്ഞല്ലോ ഇല്ലാത്തതൊക്കെയാണ്. കാരണം ഈ മുഹമ്മദിനെ കുറിച്ച് പറയുന്നത്. അതായത് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ 5 വർഷം ഉണ്ടായിരുന്നു. അന്ന് മുതൽ പരിചയമുള്ള ഒരു വ്യക്തിയുണ്ട്, CK കല്ലേരി എന്ന് പറയുന്നത്. ആ CK കല്ലേരിയുടെ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് പറയുന്നുവെങ്കിൽ അതൊന്ന് കേട്ടു നോക്കൂ. ഓക്കെ. ബ്രദറെ, എനിക്ക് ക്ലിയർ അല്ല. പറഞ്ഞ വ്യക്തി ആരാണ്? കേൾക്കുന്നില്ല. അതായത് ആ വ്യക്തിയുടെ പേര് CK കല്ലേരി എന്ന. CK കല്ലേരി. കല്ലേരി ആരാണ്? എല്ലാവരും കേൾക്കട്ടെ. അവരുടെ ഖുർആൻ വരെ പുച്ഛിക്കുന്നു. അപ്പൊ
ഇങ്ങനത്തെ ഒരു സംഭവം ഖുർആനിലുള്ളത് എത്ര മോശമായിട്ടാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ച്, അല്ലെ? എത്ര മോശമാണ് ഇങ്ങനെ ഒരു സംഭവം ഖുർആനിനെ പഠിച്ചവൻ എന്തേ ഖുർആനിൽ വെച്ചത്? ഇതങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് എത്ര നന്നായിരുന്നു. എത്ര ഇത് ഖുർആനിലുള്ള കാലത്ത് എത്ര മാനക്കേട് സഹിക്കണം. ഈ ഖുർആൻ കാഫിര്യങ്ങൾ, അവിശ്വാസികൾ, എല്ലാ മതക്കാർ ഖുർആൻ ഓതുമ്പോ ഈ സംഭവം ആയിഷ ബീവിയുടെ പേരിലുള്ള അപരാധം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, എന്റെ പ്രിയ സ്നേഹിത, ആയിഷയുടെ കാര്യം ഈ മറ്റുള്ളവർ പറയുന്നുവെങ്കിൽ ഇന്ന് ഇസ്ലാം വിശ്വാസികളിൽ തന്നെ ചിലർക്ക് എന്ത് ചെയ്തു, അവർക്ക് കുറ്റബോധം ഉണ്ടാകാൻ തുടങ്ങി. നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല, കാരണം നിങ്ങൾ യാഥാർത്ഥ്യമായിട്ടുള്ള ഇസ്ലാം വിശ്വാസിയാണ്. അതായത് കഴിഞ്ഞ ദിവസം എം അക്ബർ പറഞ്ഞതുപോലെ മുഹമ്മദ് കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതിന് വേണ്ടിയാണ് കുടിച്ചത്. അപ്പൊ കുടിച്ചത് സമ്മതിച്ചു. അപ്പൊ അതിനെ ആ നല്ല വശത്തെ കണക്കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ പൊന്നു കൂട്ടുകാരെ, ഞങ്ങളെ കളിയാക്കാനൊന്നും വേണ്ടി ഗ്രൂപ്പ് ഇടുന്നതല്ല. ഓക്കെ, സംസാരിച്ചോളൂ രാജ. രാജ അച്ഛൻ കുഞ്ഞു ബ്രദറെ, ഞാനൊന്ന് പറയട്ടെ. ഒരു മിനിറ്റ്, രാജ ഇല്ലേ? ഹലോ രാജ. രാജ ചോദിച്ചതിനുള്ള റെഫറൻസ് കൊടുത്തു. രാജ അത് കേട്ടിരുന്നോ? കേട്ടതേ ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, അതിന് പറഞ്ഞോളൂ നാഗാസ്. ബ്രദറെ, കളിയാക്കൽ എങ്ങനെയാവുന്നു ബ്രദറെ? ഇതിന് അപ്പുറം വിമർശനങ്ങളെ കേട്ട് വളർന്ന മതമാണ് ഇസ്ലാം. മുഹമ്മദ് നബി എല്ലാരും ഇസ്ലാമിനെ വിമർശിക്കാതെ പോയ ഒരൊറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല ചരിത്രത്തില്. ഇസ്ലാമിനെ പറ്റി എന്താ ഇല്ലാത്തതും ഉള്ളതുമായിട്ടുള്ള വിമർശനങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും ഒരു ഉത്കണ്ഠയും ഇല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഈ തില്ലങ്കരി ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, പുള്ളിക്കാരൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതുപോലെ അയാൾ ചിലപ്പോ ഒരു മതവിശ്വാസിയാവാൻ യാതൊരു ചാൻസും ഇല്ല. പിന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബ്രദറെ, ഇത് നമ്മൾ ഓരോരുത്തരും എന്താണ് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. മതവും ദൈവത്തെയൊക്കെ പറ്റിയിട്ട് ഒരു പുസ്തകം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം ചെയ്ത് മനസ്സിലാക്കാനുള്ളതാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് ആ വഴിക്ക് പോകാതെ, ഒരു വിമർശനത്തിന്റെ വാല് പിടിച്ചിട്ട് പോകാതെ സ്വയം പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് ഈ മതപഠനം. ഇപ്പൊ ഇസ്ലാമിനെ പറ്റിയാലും ക്രിസ്ത്യാനിറ്റിയെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനാണേല് ജോസ് കണ്ടത്തിനെയോ അല്ലെങ്കിൽ ടോമി സെബാസ്റ്റ്യനെയോ ഒക്കെ പോയി സമീപിച്ചാൽ എങ്ങനെയാണ്? ഈവൻ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന സെബാസ്റ്റ്യനെ സമീപിച്ചാൽ എങ്ങനെയാണ്? നിങ്ങളുടെ വിശ്വാസവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ സെബാസ്റ്റ്യന്റെ വിശ്വാസത്തിന്? അപ്പോ അതൊന്നുമല്ല, നമ്മൾ സ്വയം പഠിക്കുക. അതിൽ നമ്മൾ എന്താണ് കണ്ടെത്തുക, അതുകൊണ്ട് മുന്നേറി പോവുക. വിമർശനങ്ങളുടെ വാല് പിടിച്ചിട്ട് അതിൽ ഒരു പഠനവും നടത്താതെ ഇങ്ങനെ വിമർശനങ്ങൾ എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ബ്രദറെ. നിങ്ങൾ കേൾക്കുന്ന വിമർശനങ്ങളെ നിങ്ങൾ പഠനത്തിന് വിധേയമാക്കിയിട്ട് അത് എടുത്തിട്ട് നിങ്ങളുടെ പഠനത്തിൽ എന്താണ് കണ്ടെത്തുന്നത് അതിനെ ചോദിക്കുക. അതും കഴിവതും ആ മതത്തിനെ പറ്റിയിട്ട് വിമർശിക്കാൻ ഉദ്ദേശിക്കുന്ന മതത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും അറിവുള്ളവരടുത്ത് ചോദിക്കുക. ഓക്കെ, ഞാനേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്കുള്ള സംഭാഷണങ്ങളൊന്നും കേട്ടില്ല. പെട്ടെന്ന് എമർജൻസി വരുമ്പോൾ നാഗാസിന് ഒരു ഉത്തരം കൊടുത്തോട്ടോ, എന്നിട്ട് രാജ സംസാരിക്കും. ഓക്കെ, എന്റെ പ്രിയ നഗാസ്, ഇത് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എന്നെ അറിയാത്തത് കൊണ്ട് ഞാൻ 5 വർഷത്തിന് മുന്നേ, അതായത് ഡിയർ മുസ്ലിം എന്ന് പറഞ്ഞ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഈ 2-3 ദിവസത്തിന് മുന്നെയാണ് എന്നെ ആഡ് ചെയ്ത ആളിനെ മനസ്സിലായത്. 2-3 ദിവസത്തിന് മുന്നേ. ഈ 5 വർഷവും എന്നെ ആരാണ് ആഡ് ചെയ്തെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അങ്ങനെ യാദൃശ്യമായി ഞാൻ ഇങ്ങനെ ഒരാളെ വിളിച്ചു, ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് എന്നെ ആഡ് ചെയ്തത് ആ വ്യക്തിയാണെന്ന്. അന്ന് ഉണ്ടായിരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ദർശനം. ആ ഗ്രൂപ്പ് ഇന്നും ഉണ്ട്. സംശയമാണ്, ബാസിത്തോ അല്ലെങ്കിൽ നഹാസോ ആരെങ്കിലും ഉത്തരം പറഞ്ഞാൽ മതി. അതായത് പല ഖുറാനില് ഏകദേശം ഒരു 3 ആയത്തുകളുണ്ട് അള്ളാഹു പ്രാർത്ഥിക്കുന്നതായിട്ട്. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ? ഓക്കെ, ആ അഭിപ്രായം പറയാം രാജാവേ. അതിനു മുമ്പേ രാജാവേ നേരത്തെ ഒരു ആയത്ത് ഉന്നയിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ അതിനുള്ള മറുപടി നഹാസ് പറഞ്ഞത് കേട്ടിരുന്നു? ഇല്ല, ഞാൻ കേട്ടില്ല. മറ്റേ 18-ന്റെയാ?
അതെ, കുഞ്ഞിനെ കൊല്ലുന്ന കാര്യം പറഞ്ഞിട്ട് ഒരു ആയത്ത് പറഞ്ഞില്ല. അത് പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ അതിനുള്ള ഞാൻ പറഞ്ഞതിനുള്ള ഒരു ഒരു അത് എന്താ പറയാ, അതിന് റിലവന്റ് ആയിട്ടുള്ള ഒരു ഉത്തരവായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ്. അപ്പൊ അതായത് ആ ആയത്ത് ഇറങ്ങിയതിന്റെ ചരിത്രമാണ് നഹാസ് ഭായി പറഞ്ഞത്. പക്ഷെ അത് അതെ, ചരിത്രമാണ്. പക്ഷെ പറ്റുന്നില്ല അല്ലേ? ഇല്ല. അതെ, ഓക്കെ, സിമ്പിൾ. എന്റെ അത് ഡിസ്കഷൻ കഴിഞ്ഞു. അപ്പൊ അടുത്തതിനോട്ട് വരാം. ബസിത്ത് ഒരു സെക്കൻഡ്. അപ്പൊ നഹാസ് ആ 18-ാം അധ്യായത്തിലെ 74-ഉം 80-ഉം പറയുന്ന ആ കുഞ്ഞിനെ കൊല്ലുന്ന കാര്യത്തെ പറ്റി നഹാസ് മറുപടി പറഞ്ഞത് അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ 80-ാമത്തെ ആയത്ത് നമ്മൾ വായിക്കുന്നത് ഈ കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ, അവിടെ ആ ആയത്ത് ഒന്നും വായിക്കാൻ പറ്റുമോ? അള്ളാഹു വളർന്നു കഴിയുമ്പോൾ അവൻ എന്തെങ്കിലുമായി പോയേക്കാം. അപ്പൊ അവിടെ ഈ അള്ളാഹുവിന് ഒരു ഉറപ്പില്ലായിരുന്നു ഈ കുഞ്ഞിനെ കൊല്ലുന്നതിന് മുമ്പ്. അവിടെ അള്ളാഹു പറയേണ്ടിരുന്നത് ഇവനെ കൊല്ലുക, ഇവൻ വളർന്നു കഴിയുമ്പോൾ അവൻ ഇങ്ങനെയായി പോകും എന്ന് പറഞ്ഞ കുഞ്ഞിനെ കൊല്ലുകയായിരുന്നുവെങ്കിൽ ദൈവത്തിന് എല്ലാം അറിവുള്ള ദൈവം കൃത്യമായിട്ട് പറയുന്നത് നമുക്ക് അവിടെ കാണാമായിരുന്നു. പക്ഷെ അവിടെ അള്ളാഹു പറയുന്നത് അവൻ അങ്ങനെ പോയാലോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉറപ്പില്ല. അള്ളാഹുവിന്റെ സൃഷ്ടി എങ്ങനെയായി പോകും എന്ന് അള്ളാഹുവിന് ഉറപ്പില്ല. അപ്പൊ അതൊരു ആൻസർ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? അത് അള്ളാഹു അല്ല, മോശയോ അല്ലെങ്കിൽ പ്രവാചകൻ പറയുമായിരുന്നെങ്കിൽ അവർക്ക് അറിവില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നുള്ള അറിവില്ല. പക്ഷെ അവിടെ അള്ളാഹു പറയുന്നു അവൻ വളർന്നു കഴിയുമ്പോൾ അവൻ ഇങ്ങനെയായി പോയേക്കാം. അത് ഒരു ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു വാചകമല്ലേ എന്നാണ് ബ്രദറെ, ഇത് ഖിളർ നബി മൂസാ നബിക്ക് കൊടുക്കുന്ന ഉത്തരമായിട്ടാണ് ഈ ആയത്ത് വരുന്നത്. അല്ലാണ്ട് അള്ളാഹു ഇത് അറിയിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ അഭിപ്രായം വരുന്നത് ഖിളർ നബി മൂസാ നബിക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ഖിളർ നബി പറയുകയാണ് അള്ളാഹുവിന്റെ തീരുമാനം എങ്ങനെയാണ്, അത് ഈ വിധത്തിൽ ഒരു ഭാവി ഉണ്ടായേക്കാം, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് ഖിളർ നബി മൂസാ നബിക്ക് കൊടുക്കുന്ന മറുപടിയിലാണ് ആ ആയത്ത് വരുന്നത്. ആ മറുപടിയാണ് ആയത്തായിട്ട് വരുന്നത്. ഓക്കെ, അല്ല അത് അള്ളാഹു എൻഡോഴ്സ് ചെയ്തിട്ടുള്ള ഒരു മറുപടിയാണല്ലോ. അത് അള്ളാഹുവിന്റെ ഒരു പ്രവചനം, പ്രവാചകൻ അള്ളാഹുവിന്റെ മനസ്സ് മൂസാ നബിക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണല്ലോ. അതാണല്ലോ ഒരു പ്രവാചകന്റെ ഡ്യൂട്ടി. മൂസാ നബി അപ്പോ ഇതിൽ ആക്ച്വലി ഖിളർ നബിയാണ്. അതെ 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 അതെ. അപ്പം അതിനർത്ഥം ആൾക്കൊരു ഡൗട്ടായിരുന്നു, നാം ഭയപ്പെട്ടു എന്നാണ് അത് വാക്യം. അപ്പൊ പറഞ്ഞുതരാം. 18-80 ഞാൻ വായിക്കാം. ആ ബാലനാകട്ടെ അവന്റെ മാതാപിതാക്കൾ സത്യവിശ്വാസികളായിരുന്നു. അതിക്രമത്തിനും അവിശ്വാസത്തിനും മതനിഷേധത്തിനും അവൻ അവരെ ബുദ്ധിമുട്ടിക്കുമെന്ന് നാം ഭയപ്പെട്ടു. ഇപ്പോ നമ്മള് ബൈബിള് വായിച്ചാല് മോസസിന്റെ ചരിത്രത്തില് മോസസ് യഹോവയുടെ കൽപ്പനയാല് മുലകുടി മാറാത്ത കുഞ്ഞുങ്ങളെ പോലും കൊല്ലാൻ പറയുന്നുണ്ട്. അത് ഒന്നും രണ്ടും അല്ല. അതിനൊന്നും താങ്കൾക്ക് വിഷമമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യഹോവയുടെ അല്ലല്ല, ഒരു വ്യത്യാസമുണ്ട്. അതായത് ഇപ്പൊ മോസസ് ഒരു കൽപ്പന ഇത് പറയുമ്പോ മോസസ് ഒരു പ്രവാചകനാണ്. ഇപ്പൊ ബൈബിളും താങ്കൾ ഈ ബൈബിളും ഈ ഖുറാനും കൂടി കമ്പയർ ചെയ്ത് വായിക്കുമ്പോൾ ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചാല്, ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഗ്രന്ഥാണ്, ഒന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഗ്രന്ഥം. അപ്പൊ ആ വ്യത്യാസം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ട് ബുക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ. ഒന്ന് ഡിക്റ്റേറ്റഡ് ബുക്കാണ്, അതായത് അതില് ഈ ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആളുടെ മനസ്സിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. മറ്റത് ഇൻസ്പയർ ചെയ്യും. അപ്പൊ ഞാൻ ഒരാളെ പ്രേരിപ്പിച്ച് ഇൻസ്പയർ ചെയ്തിട്ട് അയാൾ എഴുതുന്ന ഗ്രന്ഥമാണ് ഒന്ന്. അപ്പൊ അതില് ഈ പറയുന്ന ചരിത്രം വരും, മറ്റേ ഒരു പൊളിറ്റിക്കൽ വാറുകൾ വരും, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരും. മറ്റേ ഈ ഇതില് വിമർശനം വരുമ്പോൾ താങ്കളുടെ കയ്യിലിരിക്കുന്ന വേദഗ്രന്ഥവും എന്റെ വേദഗ്രന്ഥവും താങ്കൾ വിമർശിക്കുന്ന ആ ഒരു അർത്ഥത്തില് രണ്ടും ഒരേപോലെ കാണണം. അല്ലാണ്ട് ഇല്ല, അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. അല്ലല്ല, അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല. നമ്മള് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ താങ്കളും വിമർശിക്കുന്നതും ഞാൻ വിമർശിക്കുന്നതിനും തമ്മിലുള്ള നമ്മള് ഇങ്ങനെ താങ്കൾ ഈ പറഞ്ഞതുപോലെ ആണ് നമ്മൾ രണ്ട് ഗ്രന്ഥത്തിന് ഒരുപോലെ കമ്പയർ ചെയ്യണമെന്ന് പറയുന്നത് ശരിയല്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ വിമർശിക്കുമ്പോൾ, ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥത്തിന്റെ പിന്നിലുള്ള ശക്തിയെയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അല്ലെ? അല്ലാണ്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു പ്രോബ്ലം ഇല്ല.
ഞാനും നഹാസും തമ്മിലല്ല ഇവിടെ പ്രശ്നം. നമ്മൾ രണ്ടുപേരും ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഈ ഗ്രന്ഥത്തിന്റെ പിന്നിൽ നമ്മൾ വിശ്വസിക്കുന്ന ഏത് ശക്തിയാണോ ആ ശക്തിയെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഒരു ശക്തി ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അങ്ങനെ തന്നെ ഇവിടെ ഡിക്റ്റേറ്റ് ചെയ്ത് വേർഡ് ബൈ വേർഡ് പറഞ്ഞു കൊടുത്ത് എഴുതിക്കുന്ന ഒരു ഗ്രന്ഥം. അപ്പൊ അതിലുള്ള ആ ഗ്രന്ഥത്തിലുള്ള എല്ലാ കാര്യത്തിന്റെയും പരിപൂർണ ഉത്തരവാദിത്വം അതിൽ മിസ്റ്റേക്സ് ആയാലും അതിൽ നല്ലതായാലും ആ വ്യക്തി അങ്ങനെ തന്നെ ഏറ്റെടുക്കണം. എന്നാൽ മറ്റേ ബുക്കിൽ അങ്ങനെയല്ല. മറ്റേ ബുക്കിൽ നമ്മൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് വിചാരിക്കുന്ന ശക്തി ഇൻസ്പയർ ചെയ്യുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിൽ മനുഷ്യന്മാരുടെ പ്രവൃത്തികളുണ്ട്, മനുഷ്യന്മാർ ചെയ്ത തെറ്റുകളുണ്ട്, ചരിത്രമുണ്ട്, എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. അപ്പൊ ഒരേ രീതിയിൽ അല്ലെന്നാണ് രാജ പറഞ്ഞു വരുന്നത്. ദൈവിക ഗ്രന്ഥമാണ്, ഇൻസ്പയർഡ് ബൈ ഗോഡ് ആണ് അത്, അല്ലാണ്ട് ഡിക്റ്റേറ്റഡ് ബൈ ഗോഡ് ആണെന്നുണ്ടെങ്കിലും ഈ ബൈബിൾ എന്ന് പറയുന്നത് ദൈവിക വചനങ്ങൾ മാത്രമല്ലല്ലോ രാജ. ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തികളുണ്ട്, ചരിത്രമുണ്ട്, സാത്താന്റെ വചനങ്ങളുള്ളത് എങ്ങനെ ഒരു ദൈവിക ഗ്രന്ഥമാവും? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ബൈബിൾ എങ്ങനെയാ ദൈവിക ഗ്രന്ഥമാവുന്നു എന്ന് പറഞ്ഞാൽ ബൈബിള് പോലും ക്ലെയിം ചെയ്തിട്ടില്ല ഇത് ഡിക്റ്റേറ്റഡ് ആണെന്ന്. ഒരാളും ഇത് ക്ലെയിം ചെയ്തിട്ടില്ല. ബൈബിള് വിശ്വസിക്കുന്ന ഒരാളും, ഒരു പണ്ഡിതനോ അല്ലെങ്കിൽ സാധാരണക്കാരനോ ഈവൻ ബൈബിള് പോലും ക്ലെയിം ചെയ്തിട്ടില്ല ഇത് ഡിക്റ്റേറ്റഡ് ബൈ ഗോഡ് ആണെന്ന്. എല്ലാ സ്ഥലത്തും പറഞ്ഞത് വളരെ ശരിയാണ്. ബൈബിള് ക്ലെയിം ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ബൈബിളിന് മറ്റേ പുതിയ നിയമമൊന്നും പഴയ നിയമമൊന്നും പറഞ്ഞ് രണ്ട് തിരുത്തല് വരേണ്ട കാര്യം. അതിന്റെ കാരണം അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഖുർആൻ അങ്ങനെ അല്ല. ഒരു ചെറിയ തിരുത്തലാണെന്ന് ആരാ പറഞ്ഞേ? അതും അതിലങ്ങനെ ഞങ്ങൾ തിരുത്തിയതാണ്. ഞങ്ങളുടെ വായയില് ഒരു വാക്ക് ഇടുക ചെയ്യുന്നത് അത് ശരിയല്ല, അത് തെറ്റാണ്. ഞങ്ങളുടെ വായിൽ അങ്ങനെയല്ലല്ലോ. നിങ്ങളാണ് പറഞ്ഞത് ഖുർആൻ എന്ന് പറയുന്നത് ഗോഡിന്റെ വേർഡ് ബൈ വേർഡ് ഡിക്റ്റേറ്റ് ചെയ്ത സാധനമാണെന്ന് ഖുർആൻ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ടെന്ന് രാജാഭായി പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ അതിന് കൗണ്ടർ വെച്ചതാണ്, അങ്ങനെയാണ് എങ്കിൽ ബൈബിൾ അങ്ങനെ അല്ലല്ലോ, അപ്പൊ അത് ദൈവിക ഗ്രന്ഥമല്ലല്ലോ എന്ന് ഞാൻ വെച്ചതാണ്. ഞാൻ അതിന് കൗണ്ടർ വെച്ചതാണ്. താങ്കൾക്ക് അങ്ങനെ വെക്കാം. പക്ഷെ ഞാൻ അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അത് ഇൻസ്പയർഡ് ബൈ ഗോഡ് ആണെന്നുള്ള കാര്യം താങ്കൾ അത് വിട്ടുപോവുക. താങ്കൾ പറയുന്നത് മറ്റത് അങ്ങനെയല്ല. പക്ഷെ ഇൻസ്പയർഡ് ബൈ ഗോഡ് ആണെന്നുണ്ടെങ്കിലും ആ ബൈബിളിനകത്ത് നിങ്ങൾ ഈ പറയുന്നത് പോലെ ചരിത്രങ്ങളുണ്ട്, മനുഷ്യന്റെ തെറ്റുകളുണ്ട്. അപ്പൊ ഈ മനുഷ്യന്റെ തെറ്റ് ഇൻസ്പയർഡ് ബൈ ഗോഡ് ആണോ? അല്ല, സാത്താന്റെ അവിടെയാണ് താങ്കളത് മനസ്സിലാക്കിയതിലുള്ള പ്രശ്നം. അതായത് ഈ ബൈബിൾ എന്ന് പറഞ്ഞാല് ഫ്യൂച്ചർ ജനറേഷൻ, അതായത് നമുക്കും ബാക്കിയുള്ള മനുഷ്യന്മാർക്കും ഒരു എന്താ പറയാ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുള്ള ഗ്രന്ഥമാണ്. ഇത് തലയിൽ വെച്ച് നടക്കേണ്ട ഗ്രന്ഥമല്ല ബൈബിള്. അത് നമ്മുടെ ജീവിതത്തിൽ അതിലുള്ള ശരി തെറ്റുകള് കാണിച്ചു തരുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ശരികളും നമ്മൾ ഒഴിഞ്ഞു നിൽക്കേണ്ട തെറ്റുകളും കാണിച്ചു തരുന്ന ഒരു ഗ്രന്ഥമാണ് ബൈബിള്. അല്ലാതെ ഇത് ഇങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നിൽ മെഴുതിരി കത്തിച്ചു വെച്ച് പൂജിക്കുക അങ്ങനെ ആ രീതിയിലുള്ള ഒരു ഗ്രന്ഥമല്ല. ഇനി അതിലും വലിയൊരു പ്രോബ്ലം ഉള്ള എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഖുറാൻ നിങ്ങൾ പറയുന്നത് ഇറ്റ്സ് ഡിക്റ്റേറ്റഡ് ബൈ ഗോഡ്. പക്ഷെ ഖുറാൻ വായിച്ച ഫസ്റ്റ് ചാപ്റ്റർ തന്നെ, അൽഫാത്തിഹ തന്നെ, അത് ഒരാള് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലെയല്ല ആ ഗ്രന്ഥം ഉള്ളത്. ഇത് ബൈബിള് ഒരു ക്ലെയിം ചെയ്തിട്ട് അത് ഉറച്ചു നിൽക്കുന്നു. പക്ഷെ മറ്റതില് ഒരു ക്ലെയിം ചെയ്തിട്ട് അതിൽ പോലും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ഗ്രന്ഥമാണ് ഈ ഖുറാൻ എന്ന് പറയുന്നത്.